നമസ്തേ നമസ്തേ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നുണ്ടല്ലോ, ഇന്ന് നമ്മുടെ തൃശ്ശൂർ, ഞങ്ങളുടെ ഇവിടെ തൃശ്ശൂർ പൂരത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ടാണ്. സന്ധ്യയ്ക്ക് 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. പോകാമെന്ന് രാജേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തൃശ്ശൂർ പൂരത്തിൻ്റെ സാമ്പിൾ ശരിക്കുള്ള വെടിക്കെട്ട് കാണാൻ പോകാൻ പറ്റില്ല, രാത്രി ബുദ്ധിമുട്ടാണ്, നല്ല തിരക്കായിരിക്കും. ഒരു വട്ടം കണ്ടിട്ട് മഴ വന്നിട്ടേ വെടിക്കെട്ട് മാറ്റി വെച്ചു. അങ്ങനെ ഒരു പ്രാവശ്യം ഞങ്ങൾ സന്ധ്യയ്ക്ക് പോയിട്ട് വെടിക്കെട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ കൊല്ലം പോകാമെന്നൊക്കെ എന്നെ വിചാരിച്ചിരുന്നു കേട്ടോ. പക്ഷേ രാജേട്ടൻ പിന്നെ വാക്ക് മാറ്റിയിട്ടായിട്ട് പറയണേ, ഈ വെയിലത്ത് പോയിട്ട്, ഈ ചൂട്ടത്ത് പോയിട്ട് തനിക്ക് വയ്യാണ്ടായാൽ ബുദ്ധിമുട്ടല്ലേ, പോകണ്ടാന്ന്. വിഷമം ഞാനിങ്ങനെ മോഹിച്ചിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇന്ന് ലൈവായിട്ട് അല്ലെങ്കിൽ കാണിച്ചു തരാമെന്നൊക്കെ ഞാൻ വിചാരിച്ചത് കേട്ടോ. പക്ഷേ സാധിച്ചില്ല. നാളെ പൂരത്തിൻ്റെ പൂരച്ചമയമൊക്കെ കാണാൻ സാധിക്കും. തിരുവമ്പാടിയുടെ പൂരച്ചമയം കാണാൻ സാധിക്കുന്നത് CMS സ്കൂളിലും, പാറമേക്കാവ് വിഭാഗത്തിൻ്റെ പൂരച്ചമയം കാണാൻ സാധിക്കുക പാറമേക്കാവിൻ്റെ അഗ്രശാലയിലുമാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ, രാത്രി വരെ കാണാൻ സാധിക്കും പോയാൽ. അപ്പോൾ സാധിക്കുന്നവരൊക്കെ ഒന്ന് പോയി കണ്ടോളൂ കേട്ടോ. എനിക്ക് സാധിക്കുന്ന അറിയില്ല, എന്തെങ്കിലും ആവട്ടെ, സാധിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മുടെ ആരോഗ്യമല്ലേ ഏറ്റവും പ്രധാനം. നമ്മൾ തിരക്കിലൊക്കെ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ. എന്തായാലും നല്ലൊരു ദിവസമാണ് തൃശ്ശൂർക്കാർക്ക് ഇന്ന് സാമ്പിൾ വെടിക്കെട്ട്. ഇവിടെ കുറേ പേരൊക്കെ പോകുന്നുണ്ട്. ഞങ്ങളും പോകണം എന്നൊക്കെ വിചാരിച്ചതാ കേട്ടോ. പെട്ടെന്ന് മാറ്റി, തീരുമാനം മാറ്റി. സാരില്ല അല്ലേ, കുഴപ്പമില്ല, എനിക്ക് വിഷമമൊന്നുമില്ല. പിന്നെ എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് കുറച്ച് പേർക്ക് എന്നറിയുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ അമ്പലത്തിൽ പ്രസാദ ഊട്ടിന് പോയപ്പോൾ കുറേ പേരെ കണ്ടു കേട്ടോ. അതിൽ അവർ സംസാരിച്ചിരുന്നു, എന്നാണ് ടീച്ചറെ ഒരു ഗെറ്റ് ടുഗദർ വയ്ക്കണേന്ന്. ചിലപ്പോൾ വേണമെങ്കിൽ 1 lakh തികഞ്ഞിട്ടാവാന്ന് വെച്ചിട്ട് ഇരിക്കാവൂല്ലേ എന്നൊക്കെ. അത്ര എളുപ്പമൊന്നല്ല കേട്ടോ 1 lakh തികയാനൊന്നും. എനിക്കറിയില്ല, സാധിക്കുമെന്ന് തോന്നണില്ല കേട്ടോ എനിക്ക്. എങ്കിൽ ഞാൻ അങ്ങനെ ആരോടും എപ്പോഴൊന്നും പറയാറില്ല, എൻ്റെ സബ്സ്ക്രൈബ് ചെയ്തോളൂ എന്ന് പറയാറില്ല. എനിക്ക് തോന്നണില്ല പറയാനായിട്ട്. അതുകൊണ്ടാണ് ഇഷ്ടമുള്ളവർ ചെയ്താൽ മതി എന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം 1 ലക്ഷം ആവുമ്പോൾ എന്നോട് അവർ പറഞ്ഞേക്കണത് ഒരു ഗെറ്റ് ടുഗദറൊക്കെ വെക്കണം എന്നൊക്കെയാണ് പറഞ്ഞേക്കണം. നമ്മൾ ശരി വിളിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും എൻ്റെ അടുത്തേക്ക് നിങ്ങൾക്ക് വരാം. ഞാനിങ്ങനെ പറയാറുണ്ട്, എൻ്റെ വിദ്യാർത്ഥികൾക്ക് എന്നെ വിളിക്കാനോ സംസാരിക്കാനോ അല്ലെങ്കിൽ എന്നെ കാണാനോ പ്രത്യേക സമയം നോക്കേണ്ടതില്ല. എപ്പോൾ വേണമെങ്കിലും വിളിക്കാം, എപ്പോൾ വേണമെങ്കിലും സംസാരിക്കാം എന്നാണ്. അതേപോലെ തന്നെയാണ് ഞാൻ എല്ലാവരെയും കണ്ടേക്കണത് കേട്ടോ, എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തൃശ്ശൂർ പൂരത്തിലേക്ക് ഞാൻ ക്ഷണിക്കാം കേട്ടോ. വെള്ളിയാഴ്ച തൃശ്ശൂർ പൂരം ഗംഭീര പൂരല്ലേ. പൂരങ്ങളിൽ വെച്ച് തൃശ്ശൂർ പൂരം നല്ല പറയണേ. താരങ്ങളിൽ വെച്ച് വൈജയന്തി, സിനിമ താരങ്ങളിൽ വെച്ച് വൈജയന്തി എന്നൊക്കെ പറഞ്ഞ പോലെ തൃശ്ശൂർ പൂരം ഗംഭീരാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ തൃശ്ശൂർ പൂരം എങ്ങനെ ഉണ്ടായെന്നറിയോ? കുറേ ദേവന്മാരുടെ സംഗമം തന്നെ തൃശ്ശൂർ പൂരവും. ആറാട്ടുപുഴ പൂരത്തിന് വരാൻ പറ്റാതിരുന്ന എല്ലാ ദേവന്മാരും അവിടേക്കാണ് പോവാറ്. മഴ കാരണം ആറാട്ടുപുഴയ്ക്ക് പോകാൻ പറ്റാതിരുന്ന എല്ലാവർക്കും ഒരു അവസരം ഉണ്ടാക്കി കൊടുത്താണ് ശക്തൻ തമ്പുരാൻ. എവിടെ? ശ്രീ വടക്കുംനാഥൻ്റെ തിരുമുറ്റത്ത്. പാറമേക്കാവ് ഭഗവതിയും തിരുവമ്പാടി ഭഗവതിയും മെയിനായിട്ട്, പിന്നെ ചുറ്റുള്ള എല്ലാ അമ്പലത്തിൽ നിന്നും പൂരങ്ങൾ വരും കേട്ടോ. അപ്പോൾ ഇന്ന് അതിൻ്റെ സാമ്പിൾ വെടിക്കെട്ട്, നാളെ അതിൻ്റെ പൂരച്ചമയ പ്രദർശനം, മറ്റന്നാൾ ഗംഭീര പൂര. മറ്റന്നാൾ രാവിലെ തൊട്ട് തുടങ്ങിയാൽ അതിൻ്റെ പിറ്റേ ദിവസം ഉച്ച വരെ പൂരാണ് കേട്ടോ. എല്ലാവരും വരൂ, ഞാൻ പറ്റിയാൽ വരാം. പൂരം എന്ന് വെച്ചാൽ ഒരു വലിയ സമുദ്രമാണ് കേട്ടോ. അവിടെ വെച്ച് കാണാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കാം. നിങ്ങൾക്ക് പ്രത്യേകം സ്വാഗതം എല്ലാവർക്കും. അപ്പം നമുക്ക് ഇന്ന് ഞാൻ എന്താ ചെയ്യണ്ടേ? എല്ലാവരോടും വെറുതെ വർത്താനം പറഞ്ഞ കാര്യമൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഉണ്ടാക്കിയാലേ ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. എത്ര കഥ പറഞ്ഞാലും കാര്യമില്ല, എത്ര പാട്ട് പാടിയാലും കാര്യമില്ല, എത്ര ഉപദേശങ്ങൾ നൽകിയാലും കാര്യമില്ല. ഭക്ഷണമാണ് ഏറ്റവും പ്രധാനം. അപ്പം ഞാൻ എൻ്റെ സാധാരണ ഭക്ഷണം തന്നെ ഉണ്ടാക്കുകയാണ് കേട്ടോ ഇന്ന്.
എന്താണെന്നറിയോ, കുറച്ച് ചീര പറിച്ചിട്ട് ചീരയും നമ്മുടെ അടുത്ത് ചക്കക്കുരും കുറച്ച് പരിപ്പൊക്കെ ഇട്ടിട്ട് ജയശ്രീ വയ്ക്കുന്നത് പോലുള്ള ഒരു കറിയും കൂട്ടാനും, പിന്നെ കോവയ്ക്ക ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് സൂപ്പർ ഒരു മെഴുക്ക് പുരട്ടിയും, പിന്നെ ചീര പറിക്കാൻ പോയപ്പോൾ കുറച്ച് മാങ്ങ പെറുക്കി കൊണ്ടുവന്നു, ആ മാങ്ങ കൊണ്ടൊരു മാമ്പഴ പുളിശ്ശേരിയും വയ്ക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കണേ കേട്ടോ. നല്ല തിരക്കിലാണ് ഞങ്ങൾ, സ്പീഡിലാണ് കാര്യങ്ങൾ ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും എന്നോടൊപ്പം വരൂ കേട്ടോ. ഓക്കെ, രണ്ടാം വട്ടം പൊട്ടിക്കാം നമുക്ക് ചീര. അപ്പോൾ ഇവിടെ പൂവൊക്കെ ഉണ്ടല്ലോ, ഇപ്പം നാളികേരം കിടക്കുന്നുണ്ടല്ലോ. മാങ്ങയുണ്ട് അല്ലേ, ഒരേ മാങ്ങ കിട്ടും, ചീര കിട്ടും, മാങ്ങ കിട്ടും. പുല്ലായ കാണില്ല. അവിടെ ഉണ്ടാ മാങ്ങ? നാളെ കിടക്കുന്നുണ്ട് ഇവിടെ കേട്ടോ. അമ്മേ അമ്മേ ശ്രീഭദ്രേ മതിക്കുന്നിലമ്മേ ശ്രീഭദ്രേ അഖില ചരാചര നായകി മതിക്കുന്നില ശ്രീഭദ്രേ. ആ, പണ്ട് നമ്മൾ താളി തയ്ക്കില്ലേ, നീരോലി താളി, രസണ്ടാ നീരോലി താളി. വേലിയുമെന്ന് ഒടിക്കുക, പുഴയിലേക്ക് പോണ വഴിയിലുള്ള വേലിയുമെന്ന് ഒടിക്കുക, കുടിക്കത്. മതിയാവോ? ഇല്ലല്ലോ, എൻ്റെ മനസ്സിലാറുണ്ടാ? ഇല്ല, ഒരെണ്ണമുണ്ട്. വച്ചോളൂ. ഓ, ഈ വാഴ വലുതായില്ലോ, വലിയ ഇലയായില്ലോ അല്ലേ. വെള്ളം മതിയാ. ഇത് വെള്ളത്തിലിടാം അല്ലേ. നമുക്ക് കുറച്ച് കോവയ്ക്കുണ്ട്, കോവയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. പിന്നെ ചീര കിട്ടിയിട്ടുണ്ട്. ചീര കഴിഞ്ഞ ദിവസം നമ്മൾ ചീര കൊണ്ട് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി തോരൻ, വർഷം അത് കറി വയ്ക്കാം അല്ലേ. എങ്ങനെ വെക്കണ്ട? ചക്കക്കുരു ഉണ്ടല്ലോ. കുറേ ചക്കക്കുരു ഇരിക്കുന്നുണ്ട് കണ്ടോ. വിഷുവിൻ്റെ ചക്കയുടെ കുരുവാണ്. അപ്പം ചക്കക്കുരും ചീരയും പിന്നെ പരിപ്പ് കൂടിയിട്ട് വയ്ക്കാം. ഇതുവരെ ഞാൻ വെച്ചിട്ടില്ല, ജയശ്രീ വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പം നല്ല സ്വാദുണ്ടെന്ന് ജയശ്രീ പറഞ്ഞത്. അപ്പോൾ പരിപ്പും ചക്കക്കുരും ചീരയും കൂടി ഇട്ടിട്ട് ഒരു നല്ല ഒഴിച്ചു കൂട്ടാൻ വെക്കുകയാണ്. അപ്പം ചീര നമ്മുടെ ഈ പറമ്പിൽ നിന്ന് പറിച്ചു കൊണ്ടുവന്നു. ഇനി പിന്നെന്താ, പരിപ്പല്ലേ, പരിപ്പ് വെള്ളത്തിലിട്ടു. അപ്പം നമുക്ക് ഓരോന്നും ചെയ്തു തുടങ്ങാം അല്ലേ. നമ്മുടെ പരിപ്പ് വെള്ളത്തിലിട്ടത് കുതിർന്നിട്ടുണ്ട്. നമുക്ക് കുക്കറിലിടാം. അവളെ ജ്യൂസ് അന്വേഷിച്ച് വന്നതാണ്. ഞാനവിടെ വച്ചിരുന്നു, വെളിച്ചുണ്ടായിരുന്നു, എടുത്തോളൂ കേട്ടോ. അപ്പം നമ്മുടെ പരിപ്പ് കഴുകി കുക്കറിലിട്ടു. ഇനി പരിപ്പ് കുക്കറിലിട്ടു, അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ രണ്ടിൻ്റെ വേവപ്പാവാനാണ് ചക്കക്കുരു പരിപ്പിനോടൊപ്പം തന്നെ ഇടാം. ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കാം. കുറച്ച് വിസിൽ സെറ്റാം. അവസാനത്തെ പണി ജയശ്രീ ചെയ്യണം കേട്ടോ. അവസാനത്തെ പണി ജയശ്രീ ചെയ്യണമെന്ന് ഞാനിങ്ങനെ ചെയ്തിട്ടില്ല. ചീര ഞാൻ മെഴുക്ക് പുരട്ടി വെച്ചിട്ടുണ്ട്. ചീര വെറുതെ
പരിപ്പിട്ട് വെച്ചിട്ട് ചക്കക്കുരും ചീനിയും പരിപ്പും കൂടി വെച്ചിട്ടുള്ള പരിപാടി ഞാൻ ചെയ്തിട്ടില്ല. അപ്പം ജയശ്രീ പറഞ്ഞു നല്ലതാണെന്ന് പറഞ്ഞു. അപ്പം അത് വയ്ക്കാന്ന് വെച്ചിട്ടാണേ. അങ്ങനെയല്ലേ, നമുക്ക് കുറേ ആൾക്കാരിൽ നമുക്ക് ആർക്കും നമ്മളാരും സ്വന്തമായിട്ട് ഒന്നും കണ്ടുപിടിച്ചിട്ടൊന്നും ഇല്ല. ഇവിടെ നമ്മൾ പറയില്ലേ, നമ്മൾ വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, നമ്മൾ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോയില്ല. ആരും ഉണ്ടാക്കിയതല്ല, എല്ലാവരും ഉള്ളത് തന്നെയാണ്. സാമ്പാർ എങ്ങനെയാണ് വെച്ചത്? സാമ്പാർ വെച്ച് നമ്മുടെ കാരണവന്മാരൊക്കെ വെച്ച് ഉണ്ടാക്കിയ ആ സാമ്പാർ നമ്മൾ പിന്തുടരുന്നു. അതുപോലെ അവിയലായാലും കാളനായാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. നമ്മളുടെ കാരണവന്മാർ വെച്ചതാണ് നമ്മൾ തുടരുന്നത്. അത് തന്നെ പരമ്പരാഗതമായിട്ട് കൈമാറി വന്നിട്ട് കിട്ടിയിട്ടുള്ള നമുക്കിതൊക്കെ. ഇതെന്തായാലും കഴിയേണ്ട. നമുക്ക് നാളെ അവിയൽ വയ്ക്കാൻ എടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ചെടിത്തോട്ടത്തിൽ മുളച്ച് വന്നിരുന്ന ചീരയാണിത്. ഞാൻ കടയോട് കൂടിയാണ് ഞങ്ങൾ പറിച്ചെടുത്തത്. കാരണം എന്താ വെച്ചാൽ ആ പുല്ല്, അതിൻ്റെ ചെടികളിൽ ഉള്ളിൽ പുല്ലാണല്ലോ. ആ പുല്ല് വളരണമെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായാൽ അത് ഭംഗിയാവില്ല. അപ്പോൾ ഭംഗിക്കാണല്ലോ നമ്മൾ ചെയ്യണത്. നന്നായിട്ട് കുടയണം. കുടഞ്ഞാൽ വെള്ളവും പോവും, പിന്നെ വല്ല പ്രാണികളുണ്ടെങ്കിൽ അതും പോവും. കഴുകിയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. കുഞ്ഞായിട്ട് അരിയാം. അപ്പം നമ്മൾ ഇങ്ങനെ ഇവിടെ ഒരാളും ഒന്നും സ്വന്തമായിട്ട് ഉണ്ടാക്കിയതൊന്നുമല്ല. ഞാനല്ല കേട്ടോ. ഞാനെല്ലാം ഇവിടെ ചെയ്യുന്നത് പണ്ട് തൊട്ട് ഞങ്ങളുടെ വീട്ടിൽ വെച്ച് വന്നിട്ടുള്ള സാധനങ്ങളാണ്. അമ്മൂമ്മ, വല്യമ്മ, അമ്മ, പിന്നെ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ രാജേട്ടൻ്റെ അമ്മ, സഹോദരിമാരെല്ലാവരും ചെയ്തു വരുന്ന സാധനങ്ങളാണ് ഞാൻ പഠിച്ചത്. അതുപോലെ തന്നെ പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ടീച്ചറോ അതുപോലെ തന്നെയുള്ള ആൾക്കാർ. പിന്നെ ഇവിടെ ജയശ്രീയുടെ വീട്ടിലുണ്ടാക്കുന്ന പലതരത്തിലുള്ള അതൊക്കെ നമ്മൾ ചെയ്യണത്. അല്ലാണ്ട് എൻ്റെ സ്വന്തമൊന്നുമല്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിൽ കിട്ടാവുന്ന വസ്തുക്കളാണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കണത്. എന്താ കാരണം എന്ന് വെച്ചാൽ അതിൽ വിഷം ഉണ്ടാവില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ നമ്മുടെ തന്നെ വളപ്പിലുള്ള റിസോഴ്സസ് ഉപയോഗിച്ച് നമ്മൾ ജീവിക്കുക. ഇവിടെ ഇത്രയും ഇതൊക്കെ ഉള്ളപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങേണ്ട കാര്യമില്ലല്ലോ. സ്വന്തമായിട്ടുള്ളത് ഉപയോഗിക്കാനായിട്ട് ശീലിക്കുക. സ്വയം പര്യാപ്തരാവാനായിട്ട് ശീലിക്കുക. എനിക്കങ്ങനെയാണ് ഇഷ്ടം കേട്ടോ. ഞാനിങ്ങനെ വീട്ടിലുണ്ടെങ്കിൽ അത് മാത്രം. ഇവിടെ അമ്മ അങ്ങനെ തന്നെയായിരുന്നു. രാജേട്ടൻ്റെ അമ്മ അങ്ങനെയായിരുന്നു. എല്ലാ പടികളും കഴിഞ്ഞാൽ വളത്തിലിങ്ങനെ നടക്കും. കുറേ നടന്ന് അവിടെയൊക്കെ കുറേ ഇല പൊട്ടിച്ച് കൊണ്ടുവന്ന് കഴുകി അത് ഉപ്പേരി വെച്ച് തിന്നും. അപ്പം എന്താ ഗുണമെന്ന് വെച്ചാൽ എത്ര വയസ്സായാലും കണ്ണിൻ്റെ കാഴ്ച ഒന്നും കുറയില്ല. അതാണ് കാരണം. തുറന്നു നോക്കാം അല്ലേ? അയ്യോ നോക്കണ്ട, ഭക്ഷണമൊക്കെ പോയിട്ടുണ്ട്. വെന്തിട്ടുണ്ട് കേട്ടോ. പരിപ്പ് നല്ലോണം വെന്തിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ചീര ഇടാം. ചീര ഒക്കെ ഇടാം അല്ലേ? കാരണം അവിഞ്ഞോടും തിളയ്ക്കുമ്പോഴേ അവിയും. നിറയുണ്ട് കേട്ടോ. ഇനി കുറച്ച് ഉപ്പിടാം. ഉപ്പിട്ടു. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് ഇതല്ലേ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി മുളക് പൊടി 1 ടീസ്പൂൺ മുളക് പൊടി ഇടാം. ചക്കക്കുരും പരിപ്പൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ എരിവ് വേണം. 1 ടീസ്പൂൺ ഇട്ടു മുളക് പൊടി. അപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, വെള്ളം 1 ഗ്ലാസ് ഒഴിച്ചു. 1 ഗ്ലാസ് പോരാട്ടോ. പോരല്ലോ? കണ്ടോ, കുറച്ചും കൂടി ഒഴിക്കണം കേട്ടോ. കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. അപ്പോഴാണ് വെള്ളമായിട്ടുള്ളൂ കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, മുളക് പൊടി ഇട്ടിട്ടുണ്ട്, ഉപ്പിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വയ്ക്കാം. വെറുതെ അടയ്ക്കണുള്ളൂ കേട്ടോ. ഇനി നമുക്ക് മെഴുക്ക് പുരട്ടിക്കുള്ള കോവയ്ക്ക നുറുക്കാം. അതിൻ്റെ ചീര ഒന്ന് വേവണ്ടേ, അപ്പോഴേക്കും കോവയ്ക്ക നുറുക്കി വയ്ക്കാം. വട്ടത്തിൽ നുറുക്കിയിട്ട് കോവയ്ക്ക നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെക്കണതാണല്ലോ. രണ്ട് ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചില്ലേ,
അത് കാരണം തോന്നണേ തിളയ്ക്കണേ ഉള്ളൂ. ഒന്ന് തിളച്ച് പതുക്കെ ഒന്ന് വേവണമല്ലോ ചീര. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അടച്ചത്. ഇപ്പോൾ നമ്മുടെ കോവയ്ക്ക ഏകദേശം എല്ലാം കഴിഞ്ഞു കേട്ടോ. ഈ 2 എണ്ണം കൊണ്ടേ ഉള്ളൂ അരിഞ്ഞ് കഴിയാനായിട്ട്. അപ്പോൾ ഇതെല്ലാതും കൂടി ഞാൻ നേരത്തെ നുറുക്കി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇടാം കേട്ടോ. ഇതാ ഇത് ഞാൻ നേരത്തെ നുറുക്കി വെച്ചതാണ്, അതിലേക്ക് ഇതും കൂടി ഇട്ടു. അപ്പോൾ കോവയ്ക്ക നുറുക്കിൽ ഇനി കഴിഞ്ഞു. ജസ്റ്റ് ഇതൊന്ന് നോക്കിക്കോളൂ കേട്ടോ. കോവയ്ക്കയിലേക്കുള്ള ഉള്ളി നന്നാക്കാം. ചീരയൊക്കെ ആവുമ്പോഴേക്കും ഉള്ളിയുടെ പണി കഴിക്കാം. ഉള്ളി നന്നാക്കി കഴിഞ്ഞു. ഇപ്പോൾ വലിയ അടുപ്പത്ത് കോവയ്ക്കയുടെ മൂപ്പിച്ച് ഇടാനുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ തുറന്നു കുക്കർ ജയശ്രീ വിസിൽ വരുത്തിയിട്ട്, അപ്പോൾ അതൊക്കെ ഒരു വിസിൽ വരുത്തിയിട്ട് അപ്പം തന്നെ വിസിൽ കളഞ്ഞു. അപ്പം നല്ല ചേർച്ചയായി കഷ്ണങ്ങൾ തമ്മിൽ. ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണത് കോവയ്ക്ക മെഴുക്ക് പറ്റിലേക്ക് വേണ്ടിയിട്ടാണ്. അതിലേക്ക് ഉള്ളി ചതച്ചത് ഇട്ടു. ചീനച്ചട്ടിയിൽ ഒരു 5-10 ഉള്ളി ചതച്ചത് മൂപ്പിക്കുന്നത് ജയശ്രീ. എന്തിനാന്ന് വെച്ചാൽ കോവയ്ക്ക ഉപ്പേരി വെക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല രാജേട്ടന് ഭയങ്കര ഇഷ്ടമാണ് കോവയ്ക്ക മെഴുക്ക് പുരട്ടി. ഇനി ഞാൻ ഉള്ളി മൂപ്പിക്കാൻ തുടങ്ങാം. ജയശ്രീ ഒരു കാര്യം ചെയ്തോളൂ, നമ്മുടെ ചീരയിലേക്കുള്ള നാളികേരം അരച്ചോളൂ കേട്ടോ. അപ്പോൾ ഉള്ളി മൂത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കറിവേപ്പില ഇട്ടു. മാങ്ങ ഒരു 5-8 മാങ്ങ കിട്ടി നമുക്ക് ചീര പറിക്കാൻ പോയപ്പോഴേ. അത് പൊളിച്ച് മാമ്പഴ പുളിശ്ശേരി വയ്ക്കാനായിട്ട് തീരുമാനിച്ചതാണ്. നമ്മളിപ്പോൾ പെട്ടെന്ന് തീരുമാനിച്ചതാട്ടോ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട്. അപ്പം അതിൻ്റെ തൊണ്ടൊക്കെ ഞാൻ തിന്നു. ഇതാ ഉള്ളി മൂത്ത് കഴിഞ്ഞു. അതിൽ നമ്മൾ കോവയ്ക്കിട്ടു. ഒന്ന് ഇളക്കി മറിച്ച് ഇടാം. ഇളക്കി മറിച്ചിട്ടാലാണ് എണ്ണയും ഒക്കെ അതിൻ്റെ അടുത്തേക്ക് വെളിച്ചെണ്ണ ഉള്ളി ഇതൊക്കെ എല്ലായിടത്തും എത്തണ്ടേ. ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടു, ഇത്തിരി മുളക് പൊടി ഇട്ടു. ഇനി ഉപ്പിടണം കുറച്ച് അല്ലേ. ഉപ്പിടട്ടെ കുറച്ച്. ഉപ്പ് ആവശ്യത്തിന് ഉപ്പിട്ടു. നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ച് വയ്ക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ ആ പണി അങ്ങനെ കഴിയും. നന്നായിട്ട് ഇളക്കി ഒതുക്കി അടച്ചു വെച്ചു. ഒന്ന് വേവട്ടെ. ഇനി നമുക്ക് മാമ്പഴം പുളിശ്ശേരി വെക്കണം. അതിന് മുൻപായിട്ട് നമുക്ക് ചീര, ചക്കക്കുരു, പരിപ്പൊക്കെ വേവിച്ച് വച്ചിട്ടുണ്ടല്ലോ, അതിലേക്കുള്ള നാളികേരം അരയ്ക്കാണ്. 1 ടീസ്പൂൺ ജീരകം ചേർത്ത് അരയ്ക്കുകയാണ്. ഇതെന്തായി? നല്ല സ്പീഡിലാണ് കേട്ടോ പണി. എന്ത് കാരണം എന്ന് വെച്ചാൽ നേരം കുറേ ആയി. അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി സമയം പോയത് അറിഞ്ഞില്ല. ഞങ്ങൾ സ്പീഡിൽ ചെയ്യാണ്. ഈ കോവയ്ക്ക വാങ്ങി വെച്ചിട്ട് വേണം എനിക്ക് എന്ത് ചെയ്യാൻ, ചീര റെഡിയാക്കാൻ. അത് കഴിഞ്ഞിട്ട് വേണം മാമ്പഴ പുളിശ്ശേരി വയ്ക്കാൻ. സ്പീഡിലാണ്.
കേട്ടോ. വെള്ളം പോലെ വെളിച്ചെണ്ണ ചൂടായി. ഒരു 2 ടീസ്പൂൺ കടുകിട്ടു. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വറ്റൽമുളക് ഒരെണ്ണം ഇടാം. അപ്പോഴേക്കും ഇത് തിളയ്ക്കും. വറ്റൽമുളക് ഒരെണ്ണം പൊട്ടിച്ച് ഇതിലിട്ടു. ഇനി കറിവേപ്പില ഇട്ടു. ഇപ്പോൾ നമ്മുടെ ചീരക്കറിയുടെ പണി കഴിഞ്ഞു. ഓക്കേ. യെസ്, വറുത്തിട്ടു. അടച്ചു വയ്ക്കണ്ടേ? അടച്ചു വെച്ചു. ഇപ്പോൾ ടേസ്റ്റ് നോക്കാം. പകർത്തട്ടെ ഞാൻ. മേശപ്പുറത്ത് കൊണ്ടുവയ്ക്കാം. ഇനി മാമ്പഴം. നമുക്ക് 2, 4, 6, 8 മാങ്ങ കിട്ടിയിട്ട് കേട്ടോ. ഇന്ന് കിട്ടിയതാണ് 8 മാങ്ങ ഉണ്ട്. പിന്നെ ഞാൻ പുളിശ്ശേരി, മാമ്പഴ പുളിശ്ശേരി വയ്ക്കാൻ പോവാം. ഒറിജിനൽ മാമ്പഴ പുളിശ്ശേരി. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു. ഉപ്പിട്ടു. കരിവേപ്പില കഷ്ണം, വെള്ളമൊഴിച്ചു. പച്ചമുളക് കീറിയിടാം. മുളക് പൊടി ഞാൻ കുറച്ചിട്ടിട്ടുള്ളേ. പച്ചമുളക് ചെറുതായി. നമുക്കതിലേക്ക് മോര് വേണം. തൈരാണ് ഇരിക്കണത് കേട്ടോ, മോരല്ല, തൈരാണ്. തൈരിനെ ഒന്ന് കടഞ്ഞ് മോരാക്കാം. ഇത് പാലിൻ്റെ പാടയാണ് കേട്ടോ ഞാൻ എടുത്ത് വയ്ക്കാൻ പറഞ്ഞ്. തൈരിൽ കൂടെ ഇട്ട് ഒന്നടിക്കാം. തൈര് അടിച്ചെടുക്കാം നമുക്ക്. ഈ തൈര് കടഞ്ഞപ്പോൾ ഇത്ര വെണ്ണ കിട്ടി കേട്ടോ. വെണ്ണ നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇത്ര വെണ്ണയുണ്ട്. നന്നായിട്ട് കഴുകിയിട്ട് വേണം, അതിൻ്റെ പുളിയൊക്കെ കളഞ്ഞിട്ട് വേണം ഒരുക്കാനായിട്ട്. ഇനി തൈര് ചേർത്തിട്ട് കുറച്ച് നാളികേരവും ജീരകം കൂടി അരയ്ക്കണം. 1 ഗ്ലാസ് തൈരുണ്ട് കേട്ടോ ജയശ്രീ. അതിലൊഴിച്ചിട്ട് അരച്ചാൽ മതി. ജീരകം ചേർത്തിട്ടുണ്ടാവും ഇതിലല്ലേ? യെസ്.
അപ്പോൾ നാളികേരവും ജീരകവും കൂടിയിട്ട് പച്ചമുളകും 2 പച്ചമുളകും കൂടി അരച്ച് വെന്തൂട്ടാ. മാങ്ങ മാത്രമേ ഉള്ളൂ കേട്ടോ. മാമ്പഴ പുളിശ്ശേരിക്ക് മാമ്പഴം മാത്രമേ ഉള്ളൂ, വെള്ളരിക്ക ഇട്ടിട്ടില്ല. നല്ല മധുരം ഉണ്ട് കേട്ടോ. ശർക്കര ഇട്ട കാരണേ നാളികേരവും മോരും ജീരകവും പച്ചമുളകൊക്കെ കൂട്ടി അരച്ചതാണ്. ഒഴിച്ചു. ഇത്തിരി വെള്ളം കൂടി ചേർത്ത് ഒഴിച്ചോളൂ. നന്നായിട്ടത് തിളയ്ക്കണം. അപ്പോഴേക്കും നമുക്ക് ഇപ്പുറത്തെ അടുപ്പത്ത് വറുത്തിടാനുള്ള അടുപ്പത്ത് വെക്കാം കേട്ടോ. ഒരു കെട്ട്, അതൊരു 5-6 ഇതള് കറിവേപ്പില അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ താഴ്ത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ജയശ്രീ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി. കടുകിട്ടു. പിന്നെന്താ ഇടണ്ടേ? ഫെനുഗ്രീക്ക് അല്ലേ. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഉലുവിട്ടു. പിന്നെ ഉലുവ ചുമന്നു. വറ്റൽമുളക് ഞാനിടാം. വറ്റൽമുളക് ഇട്ടു. പിന്നെ കറിവേപ്പില ഇട്ടു. അതിനുള്ളിലേക്ക് ഒഴിക്കാം. എല്ലാവരും ബെസ്റ്റായിട്ട് ഗാർണിഷ്ഡ്. ഇപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയും റെഡിയായി, കോവയ്ക്ക ഉപ്പേരിയും റെഡിയായി, ചീരക്കറിയും റെഡിയായി. ഇതാ കണ്ടില്ലേ, ചോറ്, കോവയ്ക്ക മെഴുക്ക് പുരട്ടി, ചീരക്കറി, പുളിശ്ശേരി. ഇന്നത്തെ ഹറിബറി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ? നേരെ വൈകിപ്പോയിട്ടോ. എല്ലാവരും വരൂ, ഊണ് കഴിക്കാം.